ഹലോ ഫ്രണ്ട്സ്, ആർട്സുണ്ട് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഇയറിംഗ്സും മാലയും ഒക്കെ നമ്മൾ വാങ്ങാറില്ലേ? എങ്കിൽ ഇനി അതൊന്നും വാങ്ങി കാശ് കളയണ്ട കേട്ടോ. ഹോം മെയ്ഡ് എഡ്രേ ക്ലേ ഉപയോഗിച്ച് ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിനായി ആദ്യം തന്നെ ഹോം മെയ്ഡ് എഡ്രേ ക്ലേ എടുത്തിട്ടുണ്ട്. ക്ലേ മേക്കിംഗ് വീഡിയോ ഇനിയും കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ക്ലേ ഒന്ന് പരത്തിയെടുക്കാം. കുറച്ച് കട്ടി തന്നെ പരത്തിയെടുക്കണം കേട്ടോ. കൂടാതെ ക്ലേ പരത്തിയെടുക്കുമ്പോൾ എല്ലാ ഭാഗവും ഒരേ തിക്നെസ് തന്നെ കിട്ടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യം തന്നെ മാലയുടെ ലോക്കറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക് അടപ്പെടുത്ത് നന്നായി പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള വലിപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ക്ലേ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു ഡിസൈൻ ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒരു പേനയുടെ നിപ്പ് പോർഷൻ വരുന്ന ഭാഗം എടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് ക്ലേയുടെ നടുഭാഗത്തായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ക്ലേയുടെ നടുഭാഗത്തായി തന്നെ വരാൻ ശ്രദ്ധിക്കണം കേട്ടോ. ശേഷം അതിനേക്കാളും കുറച്ചുകൂടി വലിപ്പത്തിൽ ഒരു റൗണ്ട് കൂടി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു അടപ്പെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ചെയ്തെടുത്ത റൗണ്ട് ഷേപ്പിന് കറക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ, ഇല്ലെങ്കിൽ ചെറുതും വലുതും ആയി പോകും, നീറ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ. അടുത്തതായി ഒരു പേന എടുത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു റൗണ്ട് ഡിസൈൻ കൂടി ചെയ്ത് കൊടുക്കാം. ശേഷം ബാക്കി വന്ന ഭാഗത്ത് ഇതുപോലെ ഹാഫ് റൗണ്ട് മാർക്ക് ചെയ്ത് അതിന്റെ ഗ്യാപ്പിലും നേരത്തെ ചെയ്ത പോലെ ചെറിയ ചെറിയ റൗണ്ട് ഡിസൈൻ കൂടി ചെയ്ത് കൊടുക്കാം. അങ്ങനെ ലോക്കറ്റിന്റെ ഭാഗം ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോ ഷേപ്പിലും ഡിസൈൻ ചെയ്ത് എടുക്കാം കേട്ടോ. ഇനി ത്രെഡ് ഇട്ട് കൊടുക്കാനായിട്ട് ലോക്കറ്റിന്റെ മുകളിലായിട്ട് ക്ലേ സെറ്റ് ചെയ്ത് കൊടുക്കാം. ക്ലേ ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ചെറിയ റൗണ്ട് ഡിസൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയൊരു കമ്പ് ഉപയോഗിച്ച് ത്രെഡ് ഇടാൻ പാകത്തിന് ഹോൾ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ശേഷം ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ജ്വല്ലറി മേക്കിംഗ് ഹൂക്സ് ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ഹൂക്ക് ഉപയോഗിച്ച് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഹൂക്ക് ഇട്ട് കൊടുത്തത്. അത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഒട്ടിക്കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ ലോക്കറ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന് മാച്ച് ആയിട്ടുള്ള ഇയറിംഗ്സ് കൂടി ഉണ്ടാക്കാം. അതിനായി നേരത്തെ പരത്തി അതേ തിക്നെസ്സിൽ ക്ലേ പരത്തി എടുക്കാം. ശേഷം റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൽ ഡിസൈൻ ചെയ്തെടുക്കാം. ലോക്കറ്റിന് മാച്ചായ ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം നടുഭാഗത്ത് റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്യാം. ശേഷം ലോക്കറ്റിന് ചെയ്ത പോലെ അതിന് ചുറ്റും ചെറിയ റൗണ്ട് ഡിസൈനും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ട് ഇയറിംഗ്സിനും ഡിസൈൻ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലൊരു ഇയറിംഗ് ഹൂക്ക് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അങ്ങനെ രണ്ട് ഇയറിംഗ്സിനും ഇതുപോലെ ഹൂക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്തതായി ഇയറിംഗ്സിന്റെ മുകൾ ഭാഗം സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായി ക്ലേ ഇതുപോലെ ചെറിയ രീതിയിൽ ഉരുട്ടിയെടുത്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ റൗണ്ട് ഡിസൈൻ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ ബാക്ക് സൈഡിൽ കമ്മലിടാൻ പാകത്തിനുള്ള നീളത്തിലുള്ള ഒരു ഹൂക്ക് ഇട്ട് കൊടുക്കാം. ശേഷം അതിന്റെ സൈഡിൽ നന്നായിട്ട് ഗം അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം മറ്റൊരു ഹൂക്ക് കൂടി ഇട്ട് കൊടുക്കാം. അത് താഴത്തെ പോർഷൻ ജോയിൻ ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ സെറ്റ് ആവട്ടെ കേട്ടോ. നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ പെയിന്റ് ചെയ്യാം. ഞാനിവിടെ മെറൂൺ കളറാണ് അപ്ലൈ ചെയ്യുന്നത്. റെഡ് കളറിന്റെ കൂടെ വളരെ ലൈറ്റ് ആയിട്ട് ബ്ലാക്ക് കളർ മിക്സ് ചെയ്താണ് ഈ ഒരു കളർ കിട്ടിയത് കേട്ടോ. എനിക്കുള്ളൊരു മെറൂൺ കളർ ഡ്രസ്സിന് മാച്ചായിട്ട് ചെയ്തെടുക്കാന്ന് കരുതി. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കളർ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് മെറൂൺ കളർ അപ്ലൈ ചെയ്ത് ഉണക്കി എടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. സെയിം കളർ തന്നെ ഇയറിംഗ്സിനും കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കളറിങ് കൂടി വന്നപ്പോഴേക്കും സംഗതി അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇനി ഇതിൽ നമുക്ക് മെറ്റാലിക് ഗോൾഡൻ ഷെയ്ഡ് കൂടി ചെയ്ത് കൊടുക്കാം. ചെറിയ റൗണ്ട് ഷേപ്പ് കൊടുത്ത ഭാഗങ്ങളിലാണ് ഗോൾഡൻ കളർ അപ്ലൈ ചെയ്യുന്നത്. കൂടാതെ ഹാഫ് റൗണ്ട് ചെയ്ത ഭാഗത്തും അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. സെയിം രീതിയിൽ ഇയറിംഗ്സിന്റെ ഭാഗത്തും ഗോൾഡൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാനൊരു ഗോൾഡൻ കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയുള്ള ത്രെഡ് എടുക്കണം കേട്ടോ. പിന്നെ മെറൂൺ കളറിലും ഗോൾഡൻ കളറിലും ആയിട്ടുള്ള ബീഡ്സും എടുത്തിട്ടുണ്ട്. ഇനി ഇത് ത്രെഡിൽ കോർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം മെറൂണ്, പിന്നെ ഗോൾഡൻ, പിന്നെ വീണ്ടും മെറൂണ് വരുന്ന രീതിയിൽ അങ്ങനെ 3 ബീഡ്സ് ആണ് ഒരു ഭാഗത്ത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് കോർത്തെടുത്തിട്ടുള്ളത്. രണ്ട് ഭാഗത്തും 3 ബീഡ്സ് വരുന്ന രീതിയിലാണ് ചെയ്തെടുത്തത് കേട്ടോ. അതിനുശേഷം മാലയുടെ ലെങ്ത്തിനനുസരിച്ച് ത്രെഡിന്റെ എൻഡ് ഭാഗത്ത് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഒരു ഗോൾഡൻ കളർ മുത്തും കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് ലെങ്ത് കൂട്ടാനും കുറക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇയറിംഗ്സിന്റെ ടോപ്പ് ഭാഗത്ത് ജോയിൻ ചെയ്യാൻ വെച്ച ആ ഒരു ഹൂക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാന്ന് കരുതി കേട്ടോ. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് എഡ്രേ ക്ലേ ഉപയോഗിച്ചിട്ടുള്ള മാലയും ഇയറിംഗ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫൈനലൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കണേ. അപ്പൊ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈഡ് പിക്സ് ഒക്കെ ആർട്സ് ഓൺ ബൈ ശ്രുതി എന്ന എന്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയച്ചു തരണം കേട്ടോ. അപ്പൊ ഇത്രയുള്ള കാര്യം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫൈനലൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം.